ഈ വളരെ ശക്തമായ വിമർശനമാണ് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതായത് വർക്ക് അറ്റ് ഹോം അവിടെയും കിട്ടുമായിരിക്കും എന്നുള്ള മട്ടിൽ. അദ്ദേഹം ഉദ്ദേശിച്ചത് വർക്ക് ഫ്രം ഹോം ആയിരിക്കും, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കൊളോക്കിയലി വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ മറുപടി വന്നു? ഈ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രവർത്തനമായിരുന്നു. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് തന്നെ ഞാൻ വളരെ പതുക്കിയാണ്, എന്തെങ്കിലും ആവശ്യം തന്നെ പോകുമെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നിൽക്കലൊക്കെ നിർത്തി ഞാൻ. പക്ഷേ എന്നാലും ഞാൻ പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വളരെയധികം അസുഖങ്ങൾ വന്നു. ഞാൻ വീണു. അത് കഴിഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങൾ, അത് മുരളിയേട്ടന് മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഞാൻ ഓരോന്നും ആരെങ്കിലോട് പറയാൻ വേണ്ട വിഷമങ്ങൾ. അപ്പോൾ ചേട്ടനോട് വിളിച്ച് പറയാം. അദ്ദേഹത്തിന് എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഈ 1.5 കൊല്ലം ഇത്തിരി സ്ലോ ആയിപ്പോയത് എന്താണെന്നുള്ളതിന് കാരണം പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാണ്ട്, രാഷ്ട്രീയത്തിനായാലും സ്വന്തം പെങ്ങളുടെ അസുഖം അറിഞ്ഞിട്ടും അത് പറയരുത്. ഞാനെന്ന് വെച്ചാൽ അവിടെ എൻ്റെ ചേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അസുഖം കാരണമാണ് സജീവമല്ലാതായെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് അവിടെ നിർത്തിയിട്ടില്ല. സഹോദരി എന്നുള്ള നിലയിലുള്ള ബന്ധം അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ അദ്ദേഹം DICയിലും NCPയിലൊക്കെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏട്ടനായിട്ട് അംഗീകരിച്ചു. ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു പാർട്ടി മാറിയതുകൊണ്ട് രക്തബന്ധം പോവോ? അല്ല, മുരളി മന്ദിരത്തിൽ ഇനി സംഘികൾക്ക് കയറി ഇറങ്ങാൻ പറ്റില്ലെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മുരളി മന്ദിരത്തിലല്ലേ ശ്രീ കെ കരുണാകരൻ്റെ ഓർമ്മകൾ ഇങ്ങനെ, അപ്പോൾ അവിടേക്ക് പോകണ്ടേ? ആ വീട് എൻ്റെ പേരിൽ എനിക്കാണ് അച്ഛൻ തന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു, നല്ല മനസ്സ് ഇന്നത്തെ കാലത്ത് പാടില്ല എന്നുള്ളതിന് ഉദാഹരണം ഇപ്പം ഞാൻ പറയുന്നു. ഞാൻ വിചാരിച്ചു അച്ഛൻ മരിച്ചാൽ ഡയറക്റ്റായിട്ട് 2 മക്കൾക്കാണല്ലോ അവകാശം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മുരളിയേട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ, നിൻ്റെ പേരിൽ എഴുതാം, നിനക്കൊന്നും തന്നിട്ടില്ല വീട്ടിൽ നിന്ന്. തിരുവനന്തപുരത്തെ വീട് മുരളിയേട്ടന് കൊടുത്തു. തൃശ്ശൂരത്തെ വീട് എനിക്ക് ആകെ 2 വീട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് അച്ഛൻ്റെ മിടുക്കല്ല, അമ്മ കുറി പിടിച്ചിട്ടും ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മുരളിയേട്ടനും കൂടി വന്ന് തൊഴണം എന്ന് തോന്നുമ്പം എൻ്റെ വീട്ടിൽ വന്ന് തൊഴണം, അച്ഛനെ തൊഴണമെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട, മുരളിയേട്ടൻ്റെ കാലത്തോളം ഞങ്ങളുടെ 2 പേരിലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. മുരളിയേട്ടൻ കോൺഗ്രസ്സുകാരനായിട്ട് അവിടെ കോൺഗ്രസ്സുകാർക്ക് വരാമെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ അവിടുത്തെ അവകാശിയല്ലേ, പകുതി അവകാശിയാണ്. പിന്നെ അതൊന്നും വേണ്ട, എൻ്റെ അടുത്ത് അതൊന്നും വേണ്ട. പിന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ട് പൂജ നടത്തിക്കോട്ടെ, എന്ത് വേണം ചെയ്തോട്ടെ, ഞാൻ ഒന്നും പറയില്ല. കാരണം ഇപ്പോഴെങ്കിലും അച്ഛൻ, എനിക്ക് ഏറ്റവും ചിരി വന്നത്, ഇതുവരെ അവിടെ കിടക്കാത്ത പല ആൾക്കാരും ഇന്നലെ വാശിക്ക് വന്നിട്ട് പൂജ ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ ഭാഗ്യം, ഇപ്പോഴെങ്കിലും എൻ്റെ അച്ഛനെ ഒരു ഓർത്തുമല്ലോ, നല്ലൊരു സന്തോഷം എനിക്ക് തോന്നിയത്. ഇനി ഒരു വിമർശനത്തിനും കൂടി മറുപടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിൽ കിടക്കാം. യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ പറഞ്ഞത്, ഇനി ലീഡറുടെ പാരമ്പര്യം പത്മജ വേണുഗോപാൽ അവകാശപ്പെട്ടാൽ വഴിയിൽ തടയുമെന്നാണ്.